ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നുള്ളത് കാറ്റിസൺ എയർ ഡ്രോപ്പിനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കാറ്റിസൺ എയർ ഡ്രോപ്പ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇതുവരെ അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിൽ പ്രീവിയസ് വീഡിയോ കാണുക, അല്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അവിടുന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഈ അപ്ഡേറ്റിൻ്റെ ഇതിലോട്ട് പോവാം. അതായത് നമ്മൾ കാറ്റിസൺ എയർ ഡ്രോപ്പ് എടുക്കുന്ന സമയത്ത്, അതായത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതേപോലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു 2D ലെവൽ ഗെയിമാണ് നമുക്കിതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് അവർ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഒന്നാമത്തത്. ഓക്കെ, അപ്ഡേറ്റിൽ നിന്നാണ് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമുക്കിവിടെ കാണാം. അതായത് നമ്മൾ നോർമൽ 2D ലെവലിൽ നിന്ന് ഒരു 3D ലെവൽ ഗെയിമിലോട്ട് ഈ കാറ്റിസൺ എയർ ഡ്രോപ്പിൻ്റെ ഗെയിമിനെ അവർ മാറ്റിയിട്ടുണ്ട്. അതെല്ലാം അത്യാവശ്യം നല്ല ഒരു കാണാനൊരു ലുക്കും, അതുപോലെ തന്നെ കളിക്കുന്നവർക്ക് അത്യാവശ്യം കളിക്കാനൊരു ഇൻട്രസ്റ്റിങ് കൊടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതൊരു ഒരു അപ്ഡേറ്റ് ആണ്. ഏതായാലും ഇത് വൈകാതെ നമ്മൾ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും. ഏതായാലും ഇപ്പോൾ സാധാ നോർമൽ 2D ലെവലിലുള്ള ഗെയിമാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും ഭാവിയിൽ ഇത് ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവർ ചിലപ്പം വെബ്സൈറ്റിൽ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ടെലഗ്രാമിൽ വരുമോയെന്ന് അറിയത്തില്ല. ഏതിലെങ്കിലും ഒന്നിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടെലഗ്രാമിലാണ് നമ്മൾ കളിക്കുന്നത്, ഇനി വെബ്സൈറ്റിലാണോ എന്നറിയത്തില്ല. ഏതായാലും ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്, ഒരു 50 സെക്കൻഡ് ഒരു ചെറിയൊരു വീഡിയോ ആണുള്ളത്. അപ്പോൾ ഏതായാലും ആ വീഡിയോ ഒരു അപ്ഡേറ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. മെയിനായിട്ട് ഈ കാറ്റിസൺ എയർ ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് മെമ്പേഴ്സ് കാറ്റിസൺ എയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഏകദേശം ഞാൻ എത്ര മെമ്പേഴ്സ് ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏതായാലും ഞാൻ ഇപ്പോൾ ഏകദേശം 70,734 ഇതിലാണ് കിടക്കുന്നത്, പൊസിഷനിലാണ് കിടക്കുന്നത്. ഗോൾഡിലാണ് ഞാൻ കിടക്കുന്നത്. അതായത് എൻ്റെ ഇപ്പോഴത്തെ ലെവലാണ് പറയുന്നത്. 2,82,51,000 കാറ്റിസൺ ഗോൾഡിൽ ടോട്ടലായിട്ടുണ്ട്. ടോട്ടലായിട്ട് ഗോൾഡിലല്ല, ടോട്ടൽ മെമ്പേഴ്സ് ഈ കാറ്റിസൺ പ്ലേ ചെയ്യുന്നുണ്ട്. പ്ലാറ്റിനം, അതുപോലെ തന്നെ അപ്പുറത്ത് ഡയമണ്ട്, റോയൽ, മാസ്റ്റർ, പിന്നെ വരുന്നത് റോയലാണ്. അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗോൾഡിലാണ് കറൻ്റ് ഉള്ളത്. ഏതായാലും ഇവിടെ അവർ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത് ഒരു കാര്യം ഇവർ പറയുന്നുണ്ട്. ഇവർ പറയുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓൺ ചെയിൻ പ്ലെയർ ഓഫ് കാറ്റിസൺ ഹാസ് exceed 1.7 million Catizan daily active on-chain users, making up to 30% of Tron blockchain ecosystem. അത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഈ കാറ്റിസൺ കളിക്കുന്ന ആൾക്കാരിൽ ഏകദേശം 1.7 മില്യൺ മെമ്പേഴ്സ് മാത്രമേ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ഉള്ളൂ എന്ന് പറയുന്നത്. ബാക്കി കളിക്കുന്ന മെമ്പേഴ്സ് ഒരുപാട് പേര് കളിക്കുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും ഈ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ എയർ ഡ്രോപ്പിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് മസ്റ്റായിട്ടും, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ മസ്റ്റായിട്ടും ചെയ്യണമെന്ന്. ഞാൻ എടുത്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് 1.7 മില്യൺ മെമ്പേഴ്സ് മാത്രമേ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് കളിക്കുന്നുള്ളൂ. അതായത് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യണം. ഒന്നാമത്തെ ഈ കാര്യം, ഇത്ര മെമ്പേഴ്സ് കളിക്കുന്നു. ഇപ്പോൾ ആംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 200 ചില്ലാൻ മില്യൺസ് ആൾക്കാരാണ് കളിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് ഈ എയർ ഡ്രോപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഒരു ഏണിങ്സ്, റിട്ടേൺസ് നമുക്ക് ഈ എയർ ഡ്രോപ്പിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ഒരു എയർ ഡ്രോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ മസ്റ്റ് ആയിട്ടും ചെയ്യുക. അത് അവരെ ക്രൈറ്റീരിയ ആയിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഏതായാലും വീഡിയോ കാണാത്തവർ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണാം. ഓക്കെ, ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ്. ആ ട്വീറ്റിൽ ഇവർ പറയുന്നത് കാറ്റിസൺ ടോപ്പ് ലീഡർ ബോർഡ് അപ്ഡേറ്റ്. അതായത് ഞാൻ ഇപ്പോൾ കാണിച്ചെന്നില്ല എൻ്റെ ലെവലാണ്. റോയലിൽ ഏകദേശം 3,113 പ്ലേയേഴ്സും, അതുപോലെ തന്നെ മാസ്റ്ററിൽ ഏകദേശം 89,000, അതുപോലെ തന്നെ ഡയമണ്ടിൽ 66,000, അതുപോലെ തന്നെ പ്ലാറ്റിനത്തിൽ 2 ലക്ഷം പ്ലേയേഴ്സുമാണ് കളിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഇതിൽ പറയാത്തതുണ്ട്, ഗോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ സിൽവർ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ബ്രോൺസ് ഉണ്ട്. പക്ഷെ അത് മൂന്നും ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഇവർ മെൻഷൻ ചെയ്തത് ഈ 4-നാണ്. അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മൾ കളിക്കുന്നത് അറ്റ്ലീസ്റ്റ് പ്ലാറ്റിനം ലെവലിലെങ്കിലും നമ്മൾ എത്തപ്പെടണം. അതായത് കുറച്ച് ടൈം ഇതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം. കാറ്റിനൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നമ്മളെ പോയിന്റ് കൂടും. ഓട്ടോമോഡും കാര്യങ്ങളൊക്കെ ഞാൻ എനേബിൾ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം പോയിന്റ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടാൽ മാത്രം മതി. പിന്നെ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ മസ്റ്റ് ആയിട്ട് അത് ചെയ്തിരിക്കണം. അത് ചെയ്താലേ എയർ ഡ്രോപ്പ് കിട്ടത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം. ഇത് അവർ പറയുന്നത് ഒരു 4 ഇതാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഗോൾഡിൽ നിന്ന് ഇപ്പം കിട്ടില്ല എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും അവർ ഈ 4 സ്റ്റെപ്പ് പറയുന്നുണ്ട്, ഈ ലെവൽ പറയുന്നുണ്ട്. മിനിമം നമ്മൾ അറ്റ്ലീസ്റ്റ് പ്ലാറ്റിനെങ്കിലും കടന്നിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് മാക്സിമം പ്ലാറ്റിനെങ്കിലും അറ്റ്ലീസ്റ്റ് എത്താൻ ശ്രമിക്കുക. ഈസി ആയിട്ട് എത്തും. കാരണം നിങ്ങൾ ഈ ഓട്ടോമോഡൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ
ട്രാൻസാക്ഷനൊക്കെ കൂടുതൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓൺ ചെയിൻ ട്രാൻസാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഈ കാറ്റിനെ അപ്ഗ്രേഡ് ചെയ്യലും അതുപോലെ തന്നെ ഫിഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കോയിൻസ് കിട്ടും, നിങ്ങളെ ഈ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളെ ലെവൽ ഏകദേശം ഒരു പ്ലാറ്റിനം ലെവലിലെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഏകദേശം 3 ലക്ഷത്തിനടുത്ത ആൾക്കാർ മെമ്പേഴ്സ് മാത്രമേ ഈ ഗെയിമിൽ ഇപ്പോൾ കറൻ്റ്ലി ഇത് ചെയ്യുന്നുള്ളൂ, മനസ്സിലായ, കിട്ടാൻ ചാൻസ്. ഇപ്പോൾ ഇവരെ ഈ കണക്ക് നോക്കുമ്പോൾ 3 ലക്ഷം മെമ്പേഴ്സ് മാത്രമേ ഇതിൽ ഇത് ചെയ്തിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല, 2 ലക്ഷം ഇവർ ഈ ഇതിൻ്റെ ഇത് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇതിലൊക്കെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും അത്യാവശ്യം നല്ല രീതിയിൽ. അഥവാ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈം നമ്മൾ ഈ ആംസ്റ്ററിലും മറ്റൊരുപാട് എയർ ഡ്രോപ്പുകളുണ്ട്, അതിലൊന്നും ടൈം കളയാതെ നിങ്ങൾ കൂടുതൽ റിസ്ക്കും ഒരു ഇതൊന്നുമില്ല, എന്നിരുന്നാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഓട്ടോ മോഡൊക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിടാം. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നെറ്റ് ഉണ്ടായാൽ ഓട്ടോമാറ്റിക് ചെയ്തോളും, ഓട്ടോമാറ്റിക് ആറ്റ് വന്നോളും, അത് അപ്ഗ്രേഡ് ചെയ്തോളും, അത് മെർജ് ചെയ്തോളും, അത് ആഡ് ചെയ്തോളും, എല്ലാ കാര്യങ്ങളും ചെയ്തോളും. അപ്പോൾ നിങ്ങൾക്ക് പോയിൻറ്സും കിട്ടും, നിങ്ങളെ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് വേറെ പണി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ജസ്റ്റ് എനേബിൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടാൽ മതി. ഈ കാറ്റിസണിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിന് ഇൻവെസ്റ്റ് ചെയ്ത ടൈമിനനുസരിച്ചുള്ള നല്ലൊരു എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഏതായാലും ഇതിൽ പറയുന്നത് കൂടുതൽ ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ടെലഗ്രാമിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ഇതുവരെ നമ്മളെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ജോയിൻ ചെയ്യാം. ഫ്രീ ക്രിപ്റ്റോ ഡ്രോപ്സ് എന്നാണ് നമ്മളെ ടെലഗ്രാം ചാനലിൻ്റെ പേര്. ഓക്കെ, ഏതായാലും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ വേറെ നല്ല എയർ ഡ്രോപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീഡ് എന്ന് പറഞ്ഞൊരു എയർ ഡ്രോപ്പ് ഉണ്ട്. എയർ ഡ്രോപ്പ് എല്ലാം ഒരു മൈനിങ് പ്ലാറ്റ്ഫോമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ പാസീവായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോയിൻസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇതിന് വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മൈൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മൈൻ ചെയ്ത് വെക്കാം. പിന്നെ വരുന്നത് വേറെ ഒരു സൈബർ ഫിനാൻസ് പറഞ്ഞ മറ്റൊരു എയർ ഡ്രോപ്പാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അക്കീനാക്കി എന്ന് പറഞ്ഞ ഒരു ടെലഗ്രാം ബോട്ടാണ്, അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും മസ്റ്റായിട്ട് ചെയ്യുക. ഇനീഷ്യൽ ഫേസിലാണ്, ഫേസ് 1 ഇപ്പോൾ കിടക്കുന്നത്. ഇതിൻ്റെ മൈനിങ്ങൊക്കെ ഫേസ് 2 വരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് പോയിൻറ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരുപാട് ക്രൈറ്റീരിയ, നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്രൈറ്റീരിയയാണ് ഇവർ ഈ ബോട്ടിൽ ചെയ്യുന്നത്. ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെയ്യാം. അത്യാവശ്യം ഒരു ബ്ലോക്ക് ചെയിൻ ലെവലിലാണ് ഈ ട്രാൻസാക്ഷൻ ഈ ബോട്ട് വരുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അക്കീനാക്കി എന്നാണ് ഇതിൻ്റെ പേര്. ലിങ്ക് ഞാൻ എൻ്റെ ടെലഗ്രാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് പിന്നെ വരുന്നത് ടോൺടോൺ ഗെയിംസ്, അതായത് ബിനാൻസ് ഇൻക്യുബേറ്റർ പ്രോജക്റ്റാണ് ടോൺടോൺ ഗെയിംസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഗെയിമാണ് ഈ ഡ്രിഫ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു ടെലഗ്രാം ബോട്ട്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതും ഇനീഷ്യൽ സ്റ്റേജിലാണ്. ലൈക്ക് നമ്മളെ കാറ്റിസണിൻ്റെ പോലത്തുള്ള ഒരു ബോട്ടനാണ് ഇതും. അതുപോലെ തന്നെ അതേപോലെ മെർജിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യമാണ് ഒരു ബോട്ടാണിത്. ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതും ചെയ്യുക. ഇനീഷ്യൽ സ്റ്റേജാണ്. ഏതായാലും ബിനാൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എയർ ഡ്രോപ്പാണ്, മസ്റ്റായിട്ടും ചെയ്യാൻ ശ്രമിക്കാം, മിസ്സാക്കരുത്. അതിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർ ബൈനാൻസ് ലാബ് ഫണ്ട് ചെയ്ത ഒരു എയർ ഡ്രോപ്പാണ്. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ടും ചെയ്യാം. ഇതിലും കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഏതായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.